വെൽക്കം ടു മൈ ചാനൽ. നമസ്കാരം, വണക്കം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, കോട്ടയം ഏറ്റുമാനൂരിൽ നടന്ന ഒരു സംഭവം. ഇത് പലരും കേട്ടു കാണും. സൈക്കോ ആയ അമ്മായിയമ്മയെയും ഭർത്താവിനെയും ഒക്കെ നിലയ്ക്ക് നിർത്തി ഒരു നല്ല ശിക്ഷ വാങ്ങിക്കൊടുത്താൽ ഒരുപാട് പെൺകുട്ടികൾക്ക് നല്ല സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ഉണ്ടാകുമായിരുന്നു. ഷൈനിയുടെ സംഭവം പലർക്കും അറിയാമായിരിക്കും. അത് നടന്നതും ഈ കോട്ടയത്ത് ഏറ്റുമാനൂരിൽ തന്നെയാണ്. അതുപോലെ എന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല എന്ന് സ്വന്തം മരുമകളോട് ചോദിക്കുന്ന ഒരു അമ്മായിയമ്മ. ഈ പറയുന്ന സംഭവത്തിലെ പെൺകുട്ടി ഒരു സ്റ്റാഫ് നഴ്സാണ്. അവർക്ക് 2 പെൺമക്കളുമുണ്ട്. ഒരുപാട് കാലമായി ഭർത്താവിൽ നിന്നും അയാളുടെ വീട്ടുകാരിൽ നിന്നും പീഡനം അനുഭവിച്ചു വരികയാണ് ഈ കുട്ടി. ഇവരെയും ഇവരുടെ കുട്ടികളെയും എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും ഇറക്കി വിടാനായിട്ട് ഭർത്താവും അമ്മായിയമ്മയും സ്വന്തം കഴിവിൻ്റെ പരമാവധിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശ്രമം വേറെ വല്ല നല്ല കാര്യത്തിനും ചെയ്തിരുന്നാൽ ഇവരൊക്കെ എങ്ങനെയോ നന്നായി പോകേണ്ടതായിരുന്നു. അതിന് പകരം ഇവരുടെ താല്പര്യങ്ങളെല്ലാം എങ്ങനെ ഈ പെൺകുട്ടീനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കാം എന്നത് മാത്രമാണ്. സ്വന്തം അമ്മയെ സന്തോഷിപ്പിക്കുവാനായിട്ട് ഭർത്താവ് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കാത്ത ആളാണെന്നാണ് സ്റ്റാഫ് നഴ്സായ ഈ പെൺകുട്ടി പറയുന്നത്. ഭർത്താവും അമ്മയും ചെയ്യുന്ന മഹത്തായ പ്രവൃത്തികളുടെ വീഡിയോ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. ഞാൻ എഴുതി കൊടുത്തു വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കാം. പിന്നെ അവരെ തീരുമാനിക്കണം. അവരെ തീരുമാനിക്കുന്ന ഇവിടെ എന്ത് ചെയ്യണമെന്നോ അവരെ തീരുമാനിക്കുന്നത്. മരുമകളെ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന സ്ത്രീ വിളിക്കുന്നത് സൈക്കോ എന്നാണ്. പക്ഷെ ഇവിടെ ആരാണ് യഥാർത്ഥ സൈക്കോ? സ്വന്തം മകനെയും ഈ സൈക്കോ ആയിട്ടുള്ള സ്ത്രീ നന്നായി തെറി വിളിക്കുന്നുണ്ട്. അത് കുറച്ച് വീഡിയോയിലൊക്കെ നമ്മൾക്ക് കാണാനും സാധിക്കുന്നുണ്ട്. തള്ളയും മോനും പക്ഷേ ഇതൊക്കെ ഒരു ഒത്തുകളിയാണെന്നാണ് സ്റ്റാഫ് നഴ്സായ പരാതിക്കാരി പെൺകുട്ടി പറയുന്നത്. അന്ന് കഴിഞ്ഞിട്ട് ഇവർ എന്നെ മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്ത് ഞങ്ങൾക്ക് എൻ്റെ ഉണ്ടായിരുന്ന എല്ലാം അപകരിച്ചെടുത്തതിന് ശേഷം എനിക്ക് ഇവനൊരു ഫുഡ് കഴിക്കാൻ പോലും ഉള്ള സാമ്പത്തികം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവർ ആവശ്യം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, ആ വീട് ഞങ്ങളുടേതല്ല എന്നും. ജോമോന് വീതം കൊടുത്ത വീടാണ്. ഞാൻ അറിയാതെ ജോമോൻ്റെ കയ്യിൽ നിന്ന് അവർ അമ്മയ്ക്ക് മേടിച്ചു. ഞാൻ അവിടെ നിൽക്കെ തന്നെ എനിക്ക് DV പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് തന്നെ അമ്മ ഞാൻ ഇറങ്ങി പോകുന്നില്ല എന്ന് കണ്ടതിന് ശേഷം അമ്മയും പെങ്ങന്മാരും ജോമനും കൂടെ പ്ലാൻ ചെയ്ത് അത് മൂത്ത പെങ്ങളുടെ പേരിലേക്ക് ഈ കഴിഞ്ഞ 24th ഓഗസ്റ്റ് 23rd മൂത്ത പെങ്ങൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും ഞാൻ പോകില്ല എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് അവർ പ്രഷർ ചെയ്യുവാണ് ഞങ്ങളെ. മെന്റലി പ്രഷർ. ഫുഡ് തരികയല്ല, പാത്രം തരികയല്ല. ഇപ്പം ഈവൻ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന അമ്മ ഇങ്ങനെ ഈവൻ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ അടുക്കളയിൽ എന്താ ചെയ്യാൻ പോകുന്നത്. അമ്മ പെട്ടെന്ന് തന്നെ വന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഇന്നതാണ് പുള്ളിക്കാരി മനസ്സിലാക്കിയ ഉടനെ തന്നെ അതെടുത്ത് അവരുടെ റൂമിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഫുഡ് മേടിക്കാനുള്ള സാമ്പത്തികം ഇപ്പം എൻ്റെ കയ്യിലില്ല. ജീവിക്കേണ്ട എങ്ങനെയാണെന്ന് പോലും അറിയാത്തവർക്ക് കാണിക്കുകയാണ്. അത് പെങ്ങന്മാരും കൂടെ ചേർന്നിട്ടാണ്. പെങ്ങന്മാരാണ് ജോമോനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ പ്രഷർ ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് അവർ പറയുന്നത് ജോമോനെ ഡിവോഴ്സ് ചെയ്ത് പോകാനാണ് പറയുന്നത്. പെങ്ങന്മാർ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയ്ക്കും മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. ഭർത്താവിൻ്റെ പേര് ജോമോൻ എന്നാണ്. ഈ അമ്മായിയമ്മ ചെയ്ത ഒരു കടും കൈ എന്താണെന്ന് അറിയാമോ? ജോമോൻ്റെ പേരിലാണ് ഈ വീടുള്ളത്. അത് ഈ സ്ത്രീ ആദ്യം സ്വന്തം പേരിലാക്കി. പിന്നെ അതും പോരാഞ്ഞിട്ട് അമേരിക്കയിലുള്ള ജോമോൻ്റെ സഹോദരിയുടെ പേരിലേക്ക് മാറ്റി ഈ വീട്. അപ്പോൾ ഈ പെൺകുട്ടിക്കും മക്കൾക്കും വീട്ടിൽ യാതൊരു അവകാശവും പറയാൻ സാധിക്കില്ലല്ലോ. ഈ പെൺകുട്ടി വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് നഴ്സായിരുന്നു. കയ്യിലുള്ളതെല്ലാം സമ്പാദ്യങ്ങളും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പല ആവശ്യങ്ങൾക്കായിട്ട് ഇവർ ചിലവാക്കി. ഇറക്കി വിടാൻ പോകുന്ന ഈ വീട് പോലും പണിഞ്ഞത് പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയ കാശ് വെച്ചിട്ടാണ്. എന്നിട്ടാണ് യാതൊരു ഉളുപ്പമില്ലാതെ പെൺകുട്ടീനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഇവർ ശ്രമിക്കുന്നത്.
അതിനെക്കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അന്ന് കാലം തൊട്ട് പറയുന്നുണ്ട്, നീ പോയി ആത്മഹത്യ ചെയ്യടി, അല്ലെങ്കിൽ നീ പോയി ഇറങ്ങിപ്പോടി. എന്റെ മകന്, ജോമോന്റെ അമ്മ പറയുന്നത്, എന്റെ മകന് നിന്റെ മക്കളെയും വേണ്ട, പിന്നെ എന്തിനാടി ഇവിടെ കിടക്കുന്നതെന്ന്. അതിന്റെയൊക്കെ ക്ലിപ്പ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് സാറിന്. അതുപോലെ ഈ ആത്മഹത്യ പല പ്രാവശ്യം അമ്മയും ജോമോനും പറയുന്നുണ്ട്. പിന്നെ ജോമോന്റെ അമ്മയും ജോമോനും പ്രത്യേകം പറയുന്ന ഒരു കാര്യം, എനിക്ക് വട്ടാണെന്ന്. കല്യാണം കഴിച്ച അന്ന കാലം തൊട്ട് എനിക്ക് വട്ടാണ്, ഞാൻ ഭ്രാന്താണ്, എനിക്ക് ഭ്രാന്തിന്റെ മെഡിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഷൈനി മരിച്ചതിന് ശേഷം ഇവർ പറയുന്നത് എന്നാന്നറിയാമോ, ഷൈനി അന്തസ്സുള്ള പെണ്ണാണ്, കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്, അവളെ കണ്ടില്ലേ മക്കളെയും കൊണ്ട് പോയി ട്രെയിനിന്റെ അടി പോയി മരിച്ചത്, നിനക്കും അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് നിരന്തരം ഇതാണ് നമ്മളെ അങ്ങോട്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടും. പ്രശ്നമൊക്കെ ആണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടെ, അവിടെ ഒരു സംരക്ഷണം കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു വിഷയത്തിൽ എന്താണ് സാറേ? ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മുടെ പോലീസ് സാറുമാർ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട് കിഴക്കാണ്, എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന്. എന്നെ അപേക്ഷിച്ച് എൻ്റെ അപ്പനും അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതും. അപ്പനെ ഒരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടാതെയാണ്, പട്ടിണി കിടന്നാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതും, ജോമോന് കെട്ടിച്ചു കൊടുത്തതും, അവർ ചോദിച്ച തുക കൊടുത്ത് കെട്ടിച്ചു വിട്ടതും. ഞാൻ അധ്വാനിച്ചത് മൊത്തം ജോമോന്റെ വീട്ടിലേക്കാണ് ഞാൻ കൊടുത്തത്. എൻ്റെ അപ്പനും അമ്മയ്ക്ക് 1 രൂപ ഞാൻ കൊടുത്തിട്ടില്ല. അന്ന് അവരുടെ കഷ്ടപ്പാടാണ് എൻ്റെ വളർച്ച. ഇപ്പം അവർ സ്വസ്ഥമായി ജീവിക്കേണ്ട ഒരു സമയമാണ്. എൻ്റെ അമ്മ 4th സ്റ്റേജ് ക്യാൻസറിൽ നിൽക്കുകയാണ്, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ പ്രോബ്ലമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയാൽ അവരുടെ ലൈഫ് വേസ്റ്റ് ആകും. അവർ പെട്ടെന്ന് തന്നെ അവർക്കൊരു മരണം സംഭവിച്ചാൽ അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2022 ഡിസംബറിൽ എൻ്റെ മക്കളെ ഇറക്കി വിട്ടിരുന്നു. ജോമോന്റെ അമ്മയും കൂടെ ചേർന്ന് ഇറക്കി വിട്ട് എൻ്റെ പപ്പയും അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ കാലയളവ് മൊത്തം ജോമോന്റെ അമ്മയും ജോമോനും കൂടെ ചേർന്ന് എൻ്റെ അമ്മയും അപ്പനെയും ഫോൺ വിളിച്ച് അശ്ലീലവും തെറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ എൻ്റെ ലൈഫിൽ കേട്ടിട്ടില്ലാത്ത അതൊക്കെ റെക്കോർഡഡ് ആണ്. പോലീസിൽ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ടോക്സിക് മെന്റാലിറ്റി ഉള്ള സൈക്കോ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളുടെ കാര്യം വളരെ പരിതാപകരവും ദയനീയവുമാണ്. ജീവിതം തന്നെ തുലഞ്ഞു പോകുന്നു. പലരും ചോദിക്കാം, ഇത്രയും പീഡനം സഹിച്ചു ഭർത്താവിൻ്റെ വീട്ടിൽ കടിച്ചു തൂങ്ങേണ്ട ആവശ്യം എന്താണെന്നുള്ളത്. സ്വന്തം വീട്ടിൽ പോയി നിന്നുകൂടെ എന്നും അവരോട് ഈ കുട്ടിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേട്ടു നോക്കും. പോലീസ് ഇടപെട്ടിട്ട് ഇവർക്കൊരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി സത്യസന്ധമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ. ഇല്ലെങ്കിൽ ഈ കുട്ടി പിന്നെയും എബ്രോഡിലൊക്കെ ഒരു ജോലിക്ക് പോയി രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ ഓരോരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളാണ് ചുറ്റിലും നടന്ന് കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഈ കാര്യത്തിനെക്കുറിച്ച് കുറേ സംസാരിക്കണമെന്ന് തോന്നി. സ്റ്റാഫ് നഴ്സായിട്ട് ഇത്രയൊക്കെ പഠിച്ചിട്ടുള്ളൊരു കുട്ടി ജീവിതത്തിൽ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അത് എല്ലാവർക്കും അതൊരു പാഠമായിരിക്കട്ടെ. ഇത് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമായിട്ട് പോലും കുട്ടി എന്തിനാണ് അവിടെ തുടരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ പെൺകുട്ടിക്ക് ഒരു നീതി ലഭിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വേറെ ഒരു വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെല്ലാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.